ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം വെബ്സൈറ്റുകളുടെ SEO ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് EAT എന്ന് പറയുന്നത്. EAT മീൻസ് EEAT. EAT എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തനസ്. ഈ 4 കാര്യങ്ങൾ നമ്മളുടെ വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു ഹോസ്പിറ്റലിനെ റാങ്ക് ചെയ്ത് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പേജുകളെ കൺവേർട്ട് ചെയ്യാനും പറ്റും. ഒരു ഹോസ്പിറ്റലിന്റെ കേസിൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്ന കാര്യത്തിൽ. ഉദാഹരണത്തിന് ഒരു സോറിയാസിസ് രോഗത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു സോറിയാസിസ് പേഷ്യന്റ് സൊസൈറ്റിയിൽ നേരിടുന്ന ചില ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് യോഗ്യതയുള്ളത് രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കണം. ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇത് എക്സ്പീരിയൻസിന്റെ കാര്യത്തിലാണ്. ഇനി എക്സ്പെർട്ടൈസ്നെസ്, അതോറിറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തനസ്, ഈ 3 കാര്യങ്ങളുണ്ട്. അത് വരുന്ന വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം.